സ്വാമിജി പ്രാർത്ഥനയിലായിരുന്നോ? ഭക്ത ആരോട് ചോദിച്ചിട്ടാണ് ഈ മുറിയിലേക്ക് പ്രവേശിച്ചത്? അയ്യോ സ്വാമിജി തപസ്സിലാന്ന് ഞാൻ അറിയൂലായിരുന്നു. അറിയാണ്ട് പ്രവേശിച്ചു പോയതാ. സ്വാമിജി പൊറുക്കണം. നാം ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇന്ന് നമുക്ക് തോന്നിയിരുന്നു ആരെങ്കിലും എന്നെ കാണാൻ വരുമെന്ന്. അതെന്തേ സ്വാമിജിക്ക് തോന്നേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കാക്കേറ്റാൻ വിരുന്ന് വിളിച്ചോ? എന്താ ഭക്ത നമ്മെ പരിഹസിക്കുകയാണോ? എന്നെ പരിഹസിച്ചവരാരും ഇവിടുന്ന് നല്ല രീതിയിൽ പോയിട്ടില്ല. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സ്വാമിജി. എന്താ കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഭക്ത വന്ന കാര്യം പറഞ്ഞോളൂ. അയ്യോ സ്വാമിജി, അർജന്റായിട്ട് ഒരു കാര്യം അറിയാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ വന്നത്. എന്താ ചോദിച്ചോളൂ. അതില്ല സ്വാമിജി, ഞങ്ങളെ അടുത്ത വീട്ടിലെ വേലേട്ടനല്ലേ 1 കോടി ഉറുപ്പ്യ ലോട്ടറി അടിച്ചു. ഞങ്ങളൊരു ടിക്കറ്റ് എടുത്ത് അതുപോലെ അടിക്കുവോ? 1 കോടി തന്നെ അടിക്കുവോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഭക്ത ആള് തരക്കേടില്ലല്ലോ. ഭക്ത ലോട്ടറികളൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണോ? അയ്യോ എൻ്റെ സ്വാമിജി, ഇന്ന് വരെ ഒരു ലോട്ടറി പോലും ഞാൻ എടുത്തിട്ടില്ല. ലോട്ടറി എടുക്കാതെയാണോ ഭക്ത ലോട്ടറി അടിക്കാൻ നടക്കുന്നത്? സ്വാമിജി ഒരു ഉറപ്പ് തന്നാൽ എന്തായാലും ഞാനൊരു ലോട്ടറി എടുക്കും. ഇവിടെ വന്നവർക്കൊക്കെ കാര്യം സാധിച്ചേക്കെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഭക്ത ധൈര്യമായി പോയി ലോട്ടറി എടുത്തോളൂ. 1 കോടി അടിച്ചിരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ. അതെന്താ സ്വാമിജി? സ്വാമിജി പറഞ്ഞോളൂ. 1 കോടി അടിക്കാൻ വേണ്ടി ഞാൻ എന്ത് കാര്യം ചെയ്യും? പറയാം. ഭക്ത ശരീരത്തിൽ ഒരു സ്വർണവും ധരിക്കാൻ പാടില്ല. ഇന്ന് ധരിച്ചിരിക്കുന്ന ഈ മോതിരവും കമ്മലും മാലയും എല്ലാം ഭക്ത ഇവിടെ ഊരി വെച്ചിട്ട് വേണം ലോട്ടറി എടുക്കാൻ പോകാൻ. എന്നാൽ മാത്രമേ ലോട്ടറി അടിക്കുകയുള്ളൂ. അതിനിപ്പോ ഇവിടെ ഊരി വെക്കണോ? എന്റെ വീട്ടിൽ വെച്ചാ പോരെ? ഭക്തയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഭക്ത ഇവിടെ ഊരി വെച്ച സാധനം ലോട്ടറി അടിച്ചതിന് ശേഷം ഭക്തയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാം. വീട്ടിലേക്ക് പോയി ഊരി വെക്കുകയാണെങ്കിൽ ഒരിക്കലും ലോട്ടറി അടിക്കുകയില്ല. അത് മനസ്സിലാക്കിയാൽ നന്നു. അപ്പൊ ഇത് സ്വാമിജി അങ്ങ് മനസ്സിലെച്ചാൽ ഇതേ സ്വർണ്ണം അവിടെ ഊരി വെച്ചിട്ടുള്ളേ. ആ ലോട്ടറി ഒന്നും എനിക്ക് അടിക്കണ്ട. സ്വർണത്തിന്റെ വിലയെ സ്വാമിജീനെ പോലെ തന്നെ എനിക്കും നല്ലോണം അറിയാം. ഇഞ്ച സ്വർണം വിറ്റ് അങ്ങനെ സ്വാമിജി നന്നാണ്ട്. ഇത് എന്ത് സ്വാമിജി? കള്ള സ്വാമിജി. വെറുതെ അല്ല ആൾക്കാർ പറയുന്നത്. ആരാ ഇത് നല്ലതാന്ന് പറഞ്ഞ്? ഓട് മോളെ. നമ്മെ കളിയാക്കി പോവുകയാണല്ലേ? നിനക്കൊന്നും ഒരിക്കലും ലോട്ടറി അടിക്കില്ല. നാം ശപിച്ചിരിക്കുന്നു. ഓ, ഒരു നല്ല ലോട്ടറി കിട്ടിയെന്ന് വിചാരിച്ചതാ. ആൾക്കാർക്കൊക്കെ വിവരം വെച്ച് പോയല്ലോ. നമുക്ക് ഈ വേഷം അയച്ചു വെക്കേണ്ട സമയം വന്നിരിക്കുന്നു. വേറെ എന്തെങ്കിലും തൊഴിലുറപ്പിനെങ്ങാൻ പോകുന്നതാണ് നല്ലത്.